നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. പിള്ളേരൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചർച്ചിൽ പോയിട്ട് മോർണിംഗ് അപ്പം നമ്മൾ പള്ളി പോവാണ്. മോർണിംഗ് പള്ളി ആഷ് വെഡ്നസ്ഡേ ആയിട്ട് പള്ളി പോകണം. യെസ്, ആഷ് വെഡ്നസ്ഡേ നമുക്ക് പോകാൻ പറ്റിയില്ല. സോ വി ആർ ഗോയിങ് ഓൺ ആഷ് വെഡ്നസ്ഡേ. ചിത്രാപുരം പള്ളിയിലാണ് നമ്മൾ പോകുന്നത്. നിത്യസഹായമാത ചർച്ച്. റൂം ഞാൻ കിട്ടിയത് 1000 രൂപയ്ക്ക് കേട്ടോ. ഹോം സ്റ്റേ ആണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ്, ഒരു 300 റേറ്റിംഗ്സിൽ 4.7 റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഡ്രിസിൽ കോട്ടേജ് 1000 രൂപയ്ക്കാണ് ഞങ്ങൾ എടുത്തത്. നമ്മൾ ഏകദേശം മൂന്നാറിൽ ഓൾമോസ്റ്റ് സ്ഥലങ്ങൾ എപ്പോഴും വന്നാലും കവർ ചെയ്തു. അപ്പം ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലോട്ടാണ്. അപ്പം നിങ്ങളും വായോ. ഇതിപ്പോ ഇറങ്ങാൻ സുഖമാണേ. തിരിച്ചു കയറുമ്പോഴാണ് ഞങ്ങൾ ആനിറങ്ങൽ ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ആനിറങ്ങൽ ഡാം ബോട്ടിംഗ് പോയിന്റിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയാണ്. ചെളിവെള്ളാണോ? നമ്മളിപ്പോൾ ആനിറങ്ങൽ ഡാമിൽ അപ്പം കയറിയപ്പോ മക്കൾ രണ്ടുപേർക്കും മരം കയറണം. I don't need to look no further. You are the one I'm certain.
മനസ്സിലായോ, നമ്മൾ എപ്പോഴും പോവാത്തൊരു വഴിയാണ് ഇന്ന് പോകുന്നത്. തിരിച്ച് ഡിഫറെന്റ് ടെറൈൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതായത് ഞങ്ങളിപ്പോൾ വരുന്നത് മറയൂര് കാന്തല്ലൂര് വഴി ഇറങ്ങി ഉദുമൽപേട്ട നിന്ന് ചാടാൻ പോവാം. അപ്പോൾ ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ സെനിക് ബ്യൂട്ടിയാണ്. രണ്ട് സൈഡിലും കണ്ടമാനം തേയിലത്തോട്ടം. അതായത് മറയൂര് വരെ രണ്ട് സൈഡിൽ ഫുള്ള് തേയിലത്തോട്ടത്തിനകത്തോട്ട് തന്നെയായിരുന്നു ജേർണി ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്ത് കയറിയിരിക്കുകയാണ്. ഇനി ഫുള്ള് എന്താ പറയുക, നല്ല ഫോറസ്റ്റും ഡീപ് ഫോറസ്റ്റും ആനിമൽസിനെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി റോഡാണ്. അപ്പോൾ ഈ വഴി തിരിച്ച് നമ്മൾ ഇറങ്ങി പോകുന്നത് ഉദുമൽപേട്ടയ്ക്കാണ്. ഉദുമൽപേട്ടയിൽ നിന്ന് പൊള്ളാച്ചി വഴി നമ്മുടെ മൈല് ഉദുമൽപേട്ടയിൽ നിന്ന് പൊള്ളാച്ചി വഴി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക്. അപ്പൊ EV ഡ്രൈവേഴ്സിന് ഈ വഴി ഭയങ്കര എന്താ പറയാ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കംപ്ലീറ്റ് ഇറക്കമാണ്. മൂന്നാറിന്ന് മൊത്തം റീജിയനാണ്, ഇവിടം വരെ റീജിയനാണ്. അതായത് നമുക്ക് വെഹിക്കിളുള്ള ചാർജ് അതുപോലെ തന്നെ നിൽക്കും, എക്സ്ട്രാ ചാർജ് കയറുകയും ചെയ്യും. കാരണം നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമേ വരത്തില്ല. ഫുള്ള് ടോട്ടലി ഇറക്കമാണ്. അപ്പോൾ EV ഉള്ളവർക്ക് ഏറ്റവും എക്കണോമിക്കലി റീജിയൻ ആവും, മാക്സിമം ബാറ്ററി ചാർജ് ആയിക്കോളും. അപ്പോൾ EV ഉള്ളവർക്ക് വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് റൂട്ടാണ്. പിന്നെ തിരക്ക് കുറവാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി അടിമാലി വഴിയൊക്കെ ഇറങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്കമാലിയിലും കാലടിയിലും അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്ക് അല്ലേ. നമ്മുടെ ബ്ലോക്കുകളെല്ലാം കിട്ടും. എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലോക്കുകളൊന്നും ഇല്ല. നല്ല കാമാൻകോരായിട്ടുള്ള വഴിയാണ്. പിന്നെ രാത്രിയിലൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം. കാരണം ആന ഇറങ്ങുന്ന വഴിയായ കാരണം സ്ഥിരം ആന ഇറങ്ങാറുണ്ടെന്ന് പറയും. അപ്പോൾ വല്ല ലോറിയുടെ ബാക്കിലൊക്കെ പിടിച്ച് പോരേണ്ടി വരും. അപ്പോൾ ഈ സമയത്ത് വലിയ കുഴപ്പമില്ല. പക്ഷേ നല്ല അടിപൊളി റോഡാണ്, ഫുൾ ഇറക്കമാണ്. അപ്പോൾ പെട്രോൾ ഡീസൽ ആണെങ്കിൽ ലാഭം തന്നെയാണ്. കാരണം ഇറക്കുമ്പോഴത്തേക്കും അധികം ഫ്യൂവൽ ആവത്തില്ലല്ലോ. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് വരാൻ പറ്റിയ ഒരു നല്ല റൂട്ടാണ് ഉദുമൽപേട്ട റൂട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫുള്ള് കാടാണ്, രണ്ട് സൈഡിലും ഫുള്ള് കാടാണ്. അങ്ങനെ വീടുകളൊന്നുമില്ല, ഡെൻസ് ഫോറസ്റ്റ് ആണ്. പിന്നെ റോഡ് ചെറിയ ഇടുങ്ങിയ റോഡാട്ടോ, വലിയ വീതിയുള്ള റോഡൊന്നുമില്ല, കുഞ്ഞു റോഡാണ്. പക്ഷേ റോഡ് നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് പൊട്ടിപ്പൊളിച്ചിട്ടൊന്നുമില്ല, വൃത്തിയുള്ള റോഡാണ്, വീതി കുറവാണെന്നേ ഉള്ളൂ. സോ ഞങ്ങളിങ്ങനെ വന്ന് കേരളത്തിലെ ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തി നമ്മുടെ നമ്പരൊക്കെ എഴുതി കൊടുക്കണം, വെഹിക്കിൾ നമ്പർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും, ഡിക്കിക്ക് ഒന്ന് തുറന്നു നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് തമിഴ്നാട് ബോർഡർ കയറുമ്പോൾ തമിഴ്നാട് ബോർഡറിൽ തമിഴ്നാട് പോലീസിന് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഒരു 50 രൂപ എൻട്രി ഫീ ഉണ്ട്, അത് പേ ചെയ്യണം. അണ്ണാമലൈ ടൈഗർ റിസർവ്. ഇപ്പൊ നമ്മൾ അണ്ണാമലൈ ടൈഗർ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ അണ്ണാമലൈ ടൈഗർ റിസർവിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ റോഡ് ഒന്നും കൂടെ ചേർത്തായി തമിഴ്നാട്ടിൽ. പിന്നെ നമ്മുടെ കേരളത്തിൽ അത്രയും നല്ല റോഡൊന്നും അല്ല, അത്യാവശ്യം ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉള്ള വലിയ തിരക്കേടില്ലാത്ത റോഡെന്ന് പറയാം. ഇനിയിപ്പോ ഇവിടെ നിന്ന് 29 കിലോമീറ്റർ ആണ് ഉദുമൽപേട്ടയ്ക്ക് ഉള്ളത്. കംപ്ലീറ്റ് ഫോറസ്റ്റ് ട്രാവൽ ചെയ്യേണ്ട ഒരു വഴിയാണ്. വേറെ കട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വെള്ളം കുടിക്കാനായി പോലും വെള്ളം മേടിക്കാൻ പോലും കടയൊന്നും ഇല്ല. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മൂന്നാർ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൈ കരുതി വെക്കുക. അല്ലെങ്കിൽ വരുന്ന വഴിക്ക് മറയൂർ വരെ കടകളുണ്ട്. മറയൂർ വരെ ഇഷ്ടംപോലെ കടകളുണ്ട്. മറയൂരിലാണ് ശർക്കര ശർക്കര അവിടെ നിന്ന് മേടിച്ചായിരുന്നു. 170 റുപ്പീസിന് നല്ല അടിപൊളി മറയൂർ ശർക്കര കിട്ടി. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ കൈ കരുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടായിട്ട് പോവാം. ദാവിദും ദാനും ഉറങ്ങുന്നത് കാരണം വിശപ്പില്ല. വിശന്ന് കഴിഞ്ഞാൽ പണി പാടി. കളിക്കാന മണ്ണില് നീലെ പറഞ്ഞ ആന കണ്ടില്ല. ആന നോക്ക്, അടിപൊളി വ്യൂ ആ നമ്മളിത് വന്നത്. ഇവന് ഈ ബൈക്കിൽ നിൽക്കുന്ന ഡേഞ്ചറാ കേട്ടോ. വണ്ടി എടുക്കാൻ റെഡി ആയിട്ടാ നിൽക്കുന്നത്. ഉണ്ട് 3 ഉണ്ട്, കണ്ടില്ല? 1 2 3 ഇവിടെ 4. എവിടെ? അവിടെ ഇതിന് പുറകില്. ശരി ശരി, അതിന്റെ ബാക്കിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. ഇവിടെ നിൽപ്പുണ്ട് 4. 1 2 3 4. കണ്ടോ ബേബി ആന വരുന്നുണ്ട്. 5 ഉണ്ടോ? 4 നമുക്കെടുത്ത് പോകാം, കുഴപ്പമില്ല. അപ്പുറത്ത് ഒരെണ്ണം നിൽപ്പുണ്ട് ഇടയ്ക്ക്, ഞാൻ കണ്ടായിരുന്നു, പിടിയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ആനയെ കണ്ടു ഉദുമൽപേട്ട ആവാറില്ല. ഒരു 14 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇവിടെ വരുന്ന വഴിക്ക് 2 സൈഡിലും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വലിയ തോട്ടങ്ങൾ വെച്ചിട്ടേ ഉള്ളൂ. നിറച്ച് ഒരു ഏക്കർ കണക്കിന് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടങ്ങൾ.
പക്ഷേ ഈ വഴി ഒരു മസ്റ്റ് വിസിറ്റ് ആട്ടോ. എന്താ പറയാ, ഈ അങ്കമാലി ആ വഴിയൊക്കെ വരുന്നക്കാൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് റൂട്ട്. പാലക്കാട് തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അടിപൊളി റോഡാണ്. ഈ വാളംപുളിയും പിന്നെ ചെറിയുള്ളിയും കാന്താരിയും കപ്പളത്തിന്റെ തോട്ടം, തേങ്ങയും ഇതൊക്കെ നല്ലപോലെ. പപ്പായ തോട്ടം, റെഡ് ലേഡി അവർ ഇതാക്കുന്ന കേട്ടോ. അത് നല്ലപോലെ ഇങ്ങനെ അമ്മിക്കല്ലിലിട്ട് അരച്ചിട്ട് ഈ മത്തിയിലിട്ട് വാഴയിലിൽ പൊള്ളിച്ചെടുക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നോമ്പിന്റെ സമയത്ത് തന്നെ ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ പറ്റിയില്ല.